മൻസൂർ അലി സാറ് നമ്മുടെ തൊഴിൽ വീതിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 25 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, രാജ്യത്താദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. രാജ്യത്താദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, കേരളമാണല്ലേ. അപ്പോൾ കേരളമാണ് രാജ്യത്താദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ലോകത്തിലെ ആദ്യത്തെ എനർജി ഐലൻഡ് സ്ഥാപിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ എനർജി ഐലൻഡ് സ്ഥാപിച്ച രാജ്യം ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഏതാണത്? ഓപ്ഷൻ ബി തന്നെയാണ്, ഡെൻമാർക്കാണ് കേട്ടോ. അപ്പോൾ ഡെൻമാർക്കാണ് ലോകത്തിലെ ആദ്യത്തെ എനർജി ഐലൻഡ് സ്ഥാപിച്ച രാജ്യം. ഏതാണ്? നമ്മുടെ ഡെൻമാർക്കാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ ഫീൽഡ് വികസന പദ്ധതി നിർമ്മിക്കുന്ന നഗരം ഏതാണ് എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ ഫീൽഡ് വികസന പദ്ധതി നിർമ്മിക്കുന്ന നഗരം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? നമ്മുടെ ലേ ആണ് കേട്ടോ. അപ്പോൾ ലേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ ഫീൽഡ് വികസന പദ്ധതി നിർമ്മിക്കുന്ന നഗരമാണ് ലേ. ഓക്കെ, അപ്പോൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസും കൂടി എനേബിൾ ചെയ്തിടുക. ഓക്കെ, നമുക്കത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2021 വേദിയാകുന്ന നഗരം ഏതാണ്? നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2021 വേദിയാകുന്ന നഗരം ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഏതാണത്? ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പം നമ്മുടെ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2021 വേദിയാവുന്ന നഗരമാണ് ബാംഗ്ലൂർ. അഞ്ചാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? എന്താണ് ചോദ്യം? മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി ഏത് ജില്ലയിൽ എന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ഏത് ജില്ലയിലാണ് മീൻപിടിപ്പാറ? നമ്മുടെ കൊല്ലത്തിലാണ് കേട്ടോ. അപ്പോൾ കൊല്ലത്താണ് മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി, കൊല്ലത്താണെന്ന് ഓർത്തിരിക്കുക. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 2021 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സാഗരിക എന്ന രാജ്യാന്തര ക്രൂസ് ടെർമിനൽ ഏത് തുറമുഖത്താണ്? എന്താണ് ചോദ്യം? 2021 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സാഗരിക എന്ന് പറയുന്ന രാജ്യാന്തര ക്രൂസ് ടെർമിനൽ ഏത് തുറമുഖത്താണെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. ഏത് തുറമുഖത്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, കൊച്ചിയിലാണ് കേട്ടോ. അപ്പോൾ കൊച്ചിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി 2021 ഉദ്ഘാടനം ചെയ്ത സാഗരിക എന്ന് പറയുന്ന ക്രൂസ് ടെർമിനൽ ഏത് തുറമുഖത്താണ്? കൊച്ചി തുറമുഖത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അഴിമതി മുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ നൽകാനായിട്ട് പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കാൻ കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റ് ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. അഴിമതി മുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ നൽകാനായിട്ട് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയിക്കാനായിട്ട് അവസരമൊരുക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റ് ഏതെന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം. ഏതാണ് ആ വെബ്സൈറ്റ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ജനജാഗ്രതയാണ് കേട്ടോ. അപ്പോൾ ജനജാഗ്രത എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുക? അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കാനായിട്ട് കഴിയുന്നത് ഏത് വെബ്സൈറ്റാണ്? ജനജാഗ്രത എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സമഗ്രമായ സാഹസിക ടൂറിസം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി റെഗുലേഷൻ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? എന്താണ്? സമഗ്രമായ സാഹസിക ടൂറിസം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി റെഗുലേഷൻ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് തന്നെയാണ്? നമ്മുടെ കേരളം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി റെഗുലേഷൻ ഏതിൻ്റെയാണ്? നമ്മുടെ സാഹസിക ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി റെഗുലേഷൻ നിലവിൽ വന്നത് കേരളത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഒൻപതാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 2021 ബാലൻഡിയോർ പുരസ്കാര ചടങ്ങിൽ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എന്താണ് ചോദ്യം? 2021 ബാലൻഡിയോർ പുരസ്കാര ചടങ്ങിൽ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, എന്താണ്? പെഡ്രി എന്നാണ് കേട്ടോ. അപ്പോൾ പെഡ്രി എന്ന് പറയുന്ന ഇദ്ദേഹത്തിനാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? നമ്മുടെ 2021 ബാലൻഡിയോർ പുരസ്കാര ചടങ്ങിൽ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെഡ്രി എന്ന് പറയുന്ന കളിക്കാരനാണെന്ന് അറിഞ്ഞിരിക്കുക. പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 2021 ഡിസംബർ 5 ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൻ്റെ പേരെന്താണ്? 2021 ഡിസംബർ 5 ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൻ്റെ പേരെന്താണ് നമ്മുടെ പത്താമത്തെ ചോദ്യം. ഏതാണത്? സെമേരു ആണ് കേട്ടോ. സമേരു എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതമാണ് 2021 ഡിസംബർ 5 ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ചത്. ഇന്തോനേഷ്യയിലാണ് സെമേരു എന്ന് അറിഞ്ഞിരിക്കുക. 11ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം.
2021 ജനുവരിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട് ലൈബ്രറി നിലവിൽ വന്നത് എവിടെയാണ്? 2021 ജനുവരിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട് ലൈബ്രറി നിലവിൽ വന്നത് എവിടെയെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട് ലൈബ്രറി വരുന്നത്? കൊൽക്കത്തയിലാണ് കേട്ടോ. പോയിന്റ് 2021 ജനുവരിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട് ലൈബ്രറി നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണെന്ന് അറിഞ്ഞിരിക്കുക. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രൂട്ട് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എന്താണ് ചോദ്യം? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രൂട്ട് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രൂട്ട് ട്രെയിൻ നിലവിൽ വരുന്നത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. 13ാമത്തെ ചോദ്യം, തണ്ണീർത്തട സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രം സ്ഥാപിതമായ നഗരം ഏതാണ്? എന്താണ് ചോദ്യം? തണ്ണീർത്തട സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രം സ്ഥാപിതമായ നഗരം എവിടെയെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ചെന്നൈ ആണ് കേട്ടോ. അപ്പോൾ ചെന്നൈയിലാണ് തണ്ണീർത്തട സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്രം സ്ഥാപിതമായ നഗരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ചെന്നൈ ആണ്. ഓക്കെ അല്ലേ? 15ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർക്ക് ക്ലിയറൻസ് നൽകാൻ സോഷ്യൽ മീഡിയയിലെ പെരുമാറ്റം കൂടി പരിശോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? പാസ്പോർട്ട് അപേക്ഷിക്കുന്നവർക്ക് ക്ലിയറൻസ് നൽകാനായിട്ട് സോഷ്യൽ മീഡിയയിലെ പെരുമാറ്റം കൂടി പരിശോധിക്കാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. ഏതാണ് ആ സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഉത്തരാഖണ്ഡാണ് കേട്ടോ. അപ്പോൾ ഉത്തരാഖണ്ഡാണ് പാസ്പോർട്ട് അപേക്ഷിക്കുന്നവർക്ക് ക്ലിയറൻസ് നൽകാനായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എങ്ങനെയാണ് എന്ന് കൂടി ചെക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഇടിമിന്നൽ പരീക്ഷണത്തിന് ടെസ്റ്റ് ബെഡ് നിലവിൽ വന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇടിമിന്നൽ പരീക്ഷണത്തിന് ടെസ്റ്റ് ബെഡ്, ഇടിമിന്നൽ പരീക്ഷണമാണ്, അതിൻ്റെ ടെസ്റ്റ് ബെഡ് നിലവിൽ വന്നത് എവിടെയെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ബാലസോറാണ് കേട്ടോ. ബാലസോർ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇടിമിന്നൽ പരീക്ഷണത്തിന് ടെസ്റ്റ് ബെഡ് നിലവിൽ വരുന്ന എവിടെയാണ്? നമ്മുടെ ബാലസോർ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് അറിഞ്ഞിരിക്കുക. 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പക്ഷിഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? എന്താണ് ചോദ്യം? പക്ഷിഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ 16ാമത്തെ ചോദ്യം. ഏതാണ് പക്ഷിഭൂപടം തയ്യാറാക്കിയത്? ഓപ്ഷൻ ഡി നമ്മൾ തന്നെയാണ്. ഓപ്ഷൻ ഡി കേരളം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പക്ഷിഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കാട്ടാന പ്രതിരോധ വേലി സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കാട്ടാന പ്രതിരോധന വേലി സ്ഥാപിതമായത് എവിടെയെന്നാണ് നമ്മുടെ 17ാമത്തെ ചോദ്യം. എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സുൽത്താൻ ബത്തേരിയാണ്. അപ്പോൾ സുൽത്താൻ ബത്തേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ കാട്ടാന പ്രതിരോധ വേലി സ്ഥാപിതമായത് എവിടെയാണ്? സുൽത്താൻ ബത്തേരിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരം ജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? എന്താണ് ചോദ്യം? ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരത്തിൽ ജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് പറയുന്ന റെക്കോർഡ് ആരുടെ പേരിലാണെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. ആരുടെ പേരിലാണ്? ഓപ്ഷൻ സി വിരാട് കോഹ്ലിയുടെ പേരിലാണ് കേട്ടോ. അപ്പോൾ വിരാട് കോഹ്ലിയുടെ പേരിലാണ് ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരം ജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ബഹുമതി ആർക്കാണ്? നമ്മുടെ വിരാട് കോഹ്ലിക്കാണ്. 19ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2022 ജനുവരി മുതൽ തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ എന്നിവയ്ക്ക് ഏകീകൃത ചരക്ക് സേവന നികുതി നൽകാനായിട്ട് എത്രയാണെന്നാണ് ചോദ്യം. എന്താണ്? 2022 ജനുവരി മുതൽ തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ എന്നിവയ്ക്ക് ഏകീകൃത ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST നിരക്ക് എത്രയെന്നാണ് നമ്മുടെ 19ാമത്തെ ചോദ്യം. എത്ര ശതമാനമാണ് GST നിരക്ക്? ഓപ്ഷൻ ബി ആണ് 12% കേട്ടോ. അപ്പോൾ 12% ഇനി തൊട്ടെന്ന് വെച്ചാൽ 2022 ജനുവരി മുതൽ തുണിക്കും വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും എല്ലാം 12% GST ആണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞു, ഓൾറെഡി അത് വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വില്ലേജ് ഓഫീസ് മുതൽ കളക്ടറേറ്റ് വരെയുള്ള റവന്യൂ ഓഫീസുകളിലെ ഫയൽ നീക്കം സമ്പൂർണ്ണമായി ഈ ഓഫീസ് സംവിധാനമാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാണ്? എന്താണ് ചോദ്യം? വില്ലേജ് ഓഫീസ് മുതൽ കളക്ടറേറ്റ് വരെയുള്ള റവന്യൂ ഓഫീസുകളിലെ ഫയൽ നീക്കം സമ്പൂർണ്ണമായി ഈ ഓഫീസ് സംവിധാനമാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതെന്നാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. വയനാട്ടിലാണ് കേട്ടോ. അപ്പോൾ വയനാടാണ് വില്ലേജ് ഓഫീസ് മുതൽ കളക്ടറേറ്റ് വരെയുള്ള റവന്യൂ ഫയൽസിൻ്റെ നീക്കം കംപ്ലീറ്റ് ഡിജിറ്റലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഈ ഓഫീസ് സംവിധാനമാക്കിയത് ഏത് ജില്ലയാണ്? വയനാടാണെന്ന് അറിഞ്ഞിരിക്കുക. 21ാമത്തെ ചോദ്യം, ഏത് മെട്രോയാണ് രാജ്യത്ത് ആദ്യമായി അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിച്ച് കോച്ചുകൾ അണുവിമുക്തമാക്കിയത്? എന്താണ് ചോദ്യം? ഏത് മെട്രോയാണ് രാജ്യത്ത് ആദ്യമായിട്ട് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിച്ച് കോച്ചുകൾ അണുവിമുക്തമാക്കിയതാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ലക്നൗ മെട്രോ ആണ് കേട്ടോ. അപ്പോൾ ലക്നൗ മെട്രോയാണ് എന്ത് ചെയ്തത്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉപയോഗിച്ച് കോച്ചുകളാണ് മുക്തമാക്കിയത്. നമ്മുടെ ഏത് മെട്രോയാണ്? ലക്നൗ മെട്രോ ആണെന്ന് അറിഞ്ഞിരിക്കുക. 22ാമത്തെ ചോദ്യം, ബയോ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? എന്താണ് ചോദ്യം. ബയോ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതെന്നാണ് നമ്മുടെ 22ാമത്തെ ചോദ്യം. ഏതാണത്? ഓപ്ഷൻ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നമ്മുടെ USA ആണ് കേട്ടോ. അപ്പോൾ USA ആണ് എന്ത് ചെയ്തിട്ടുള്ള ബയോ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിൽ ആദ്യത്തെ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് USA എന്ന് അറിഞ്ഞിരിക്കുക. 23ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഭിന്നശേഷി നമ്മുടെ ക്ഷേമ പ്രവർത്തകർക്കായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ വരുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഭിന്നശേഷി പ്രവർത്തിക്കാർക്കായിട്ടുള്ള അല്ലെങ്കിൽ ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനക്കാർക്കായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ 23ാമത്തെ ചോദ്യം. തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തിലാണ് ഭിന്നശേഷി ക്ഷേമ പ്രവർത്തകർക്കായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ എവിടെയാണ്? തിരുവനന്തപുരത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2021 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരെന്നാണ് നമ്മുടെ 24ാമത്തെ ചോദ്യം. ഇപ്പോൾ 2021 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? ഓപ്ഷൻ എ മാഗ്നസ് കാൾസൺ ആണ്. അപ്പോൾ മാഗ്നസ് കാൾസൺ തന്നെയാണ് 2021 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? നമ്മുടെ മാഗ്നസ് കാൾസൺ ആണെന്ന് അറിഞ്ഞിരിക്കുക. 25ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യുനെസ്കോയുടെ ആഗോള പഠന നഗര ശൃംഖലയിലേക്ക് ആദ്യമായി ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ്? എന്താണ് ചോദ്യം. യുനെസ്കോയുടെ ആഗോള പഠന നഗര ശൃംഖലയിലേക്ക് ആദ്യമായി ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മുടെ ഓപ്ഷൻ. ഏതൊക്കെയാണ്? ഓപ്ഷൻ സി വരുന്നുണ്ട്, എന്ന് വെച്ചാൽ 3ാമത്തെ ഓപ്ഷൻ തൃശ്ശൂർ വരുന്നുണ്ട്, ഓപ്ഷൻ ഡി വരുന്നുണ്ട്, കോഴിക്കോട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ് ശരി ഉത്തരം? എ ആണ് ശരി ഉത്തരം. 2, 3 ഓക്കെ. അപ്പോൾ ഏതാണ്? യുനെസ്കോയുടെ ആഗോള പഠന ശൃംഖലയിലേക്ക് ആദ്യമായി ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ തൃശ്ശൂരും കോഴിക്കോടുമാണ്. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ ഇത്രയും കാര്യങ്ങളിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 25 ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. തുടർന്നും ക്ലാസ്സുകൾ വേണമെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.